ഇത് വയനാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ചങ്ങലമരം എന്ന് പറയുന്നത്. അത് കരിന്തണ്ടൻ എന്ന വ്യക്തി ആണ് വയനാട് നിന്ന് മൈസൂരിലുള്ള വഴി കാട്ടിലൂടെ കാണിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അവസാനം അദ്ദേഹത്തെ സ്മാരകമായിട്ടാണ് ഇവിടെ ഈ ചങ്ങലമരം വെച്ചിട്ടുള്ളത്. യാത്രകൾ ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. കണ്ണിനും മനസ്സിനും കുളിർമേകുന്ന വയനാടിൻ്റെ ഹരിതാഭ ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുരം കയറി വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്ന കവാടമാണിത്. ഇവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയാൽ ചങ്ങലമരവും കരിന്തണ്ടൻ സ്മാരകവും കാണാം. ചങ്ങല ചുറ്റിയ ഈ മരത്തിന് ഐതിഹ്യങ്ങളിൽ വലിയ സ്ഥാനമുണ്ട്. കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവാണ് ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കുള്ള പാത കാണിച്ചു കൊടുത്തത്. ഈ കണ്ടുപിടുത്തത്തിൻ്റെ അവകാശം സ്ഥാപിക്കാനായിട്ട് കരിന്തണ്ടനെ കൊലപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇയാളുടെ ആത്മാവ് ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ ശല്യപ്പെടുത്തിയിരുന്നതിനാൽ കൊല്ലപ്പെട്ട കരിന്തണ്ടൻ്റെ ആത്മാവിനെ ചങ്ങലയാൽ ഈ മരത്തിൽ ബന്ധിച്ചു എന്നാണ് ഐതിഹ്യം. അവിടെ നിന്നും ഞങ്ങൾ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ കവാടത്തിലൂടെ എന്നൂർ ഗ്രാമം കാണാനെത്തി. വയനാട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് 4-5 കിലോമീറ്റർ ജീപ്പിലൂടെ യാത്ര ചെയ്താൽ എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമ കവാടത്തിലെത്താം. ഈ ജീപ്പ് യാത്ര ഒരുക്കുന്നതും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ്. വളഞ്ഞുപുളഞ്ഞു കിടക്കുന്ന ഈ കാട്ടുപാതയിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. 4-5 ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന ഈ ജീപ്പിൽ ഞങ്ങൾ 8 പേരാണ് യാത്ര ചെയ്യുന്നത്. വയനാട്ടിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ വില്ലേജായ എന്നൂർ ഗോത്ര ഗ്രാമം കാണാമെന്നുറപ്പിച്ചിരുന്നു. ഇത്തവണത്തെ യാത്ര ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കൊരു പ്രത്യേക ഹരമുണ്ട്. ഞങ്ങൾ ഈ ഗേറ്റിന് മുൻപിലെത്തിയപ്പോൾ നല്ല തിരക്കാണ്. ൽ ഓപ്പൺ ചെയ്ത ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം കേരളത്തിൽ അധിവസിക്കുന്ന ഗോത്ര ജനതയുടെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യ വിജ്ഞാനവും നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഗോത്ര ജനത നിർമ്മിച്ച കരകൗശല വസ്തുക്കളും വനവിഭവങ്ങളും പരമ്പരാഗത കാർഷികോൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇവിടെ ഒരു ഓപ്പൺ തിയേറ്ററുണ്ട്. അവിടെ അവതരിപ്പിക്കുന്ന ട്രൈബൽ മ്യൂസിക് ആസ്വദിക്കാനും നമുക്ക് കഴിയും. പ്രവേശന കവാടത്തിൽ നിന്നും കുറച്ചു ദൂരം നടന്നുകയറുമ്പോൾ ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇളംകാറ്റേറ്റ് ചുറ്റുമുള്ള മലകളുടെ കാഴ്ചയും ആസ്വദിച്ചിരിക്കാൻ നല്ല രസമാണ്. വലിയൊരു മലയുടെ താഴ്വാരത്തിൽ 25 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ഗ്രാമമുള്ളത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഗോത്രവർഗ്ഗക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ കുടിലുകളുടെ മാതൃകകളാണ്. ട്രൈബൽ ലൈഫ് സ്റ്റൈലും ആർക്കിടെക്ചറും വരച്ചു കാണിക്കുന്ന ഈ കുടിലുകൾ കാണാനും അവരുടെ ട്രഡിഷൻസും ആർട്ടുമൊക്കെ കണ്ടറിഞ്ഞു പഠിക്കാനും ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഹട്ടുകൾ നമുക്ക് കാണാം. മലയുടെ താഴ്വാരത്ത് പഴയകാല കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകൾ. ഈ വില്ലേജിനകത്ത് ക്രമീകരിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിന്ന് ഗോത്രവർഗ്ഗക്കാർ ഉണ്ടാക്കിയതും ഉപയോഗിക്കുന്നതുമായ കരകൗശല വസ്തുക്കൾ ലഭ്യമാണ്. മുളയും ചിരട്ടയും ഉപയോഗിച്ചുണ്ടാക്കിയ ചെറിയ ചെറിയ പാത്രങ്ങൾ മുതൽ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളും വാദ്യോപകരണങ്ങളും നമുക്കിവിടെ കിട്ടും. മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സംഗീതോപകരണമാണിത്. ആ സ്വരമൊക്കെ അനുഭവിച്ചറിയാൻ നല്ല രസമാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന നാച്ചുറൽ ഹണിയുടെ കലവറയാണിത്. ഡിഫറൻറ്റ് ഫ്ലേവറിലുള്ള തേൻ നമുക്കിവിടെ കിട്ടും. കാട്ടിൽ നിന്നും ശേഖരിക്കുന്ന തേൻ മുതൽ വെറൈറ്റി ധാന്യശേഖരവും നമുക്കിവിടെ കാണാം. ചാമേരി, മുളേരി അങ്ങനെ വ്യത്യസ്തങ്ങളായ പല ധാന്യങ്ങളും നമുക്ക് കിട്ടും. മുളേരിയും തേങ്ങാപ്പാലും കൊണ്ടുള്ള പായസം ഞങ്ങളും കുടിച്ചു നോക്കി. നല്ല രുചിയായിരുന്നു.
അങ്ങകലെ നിന്നും ട്രൈബൽ മ്യൂസിക്കിന്റെ ശബ്ദം കേൾക്കാം. ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ആ കലാകാരന്മാരോടൊപ്പം അവരുടെ മ്യൂസിക് മതിയാവോളം ആസ്വദിച്ചു. മ്യൂസിക് എല്ലാം കഴിഞ്ഞു ഇറങ്ങി വരുമ്പോൾ ഗോത്രവർഗക്കാർ പരമ്പരാഗത രീതിയിൽ നെല്ല് കുത്തിയിരുന്ന ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിരുന്നത് കണ്ടു. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഉരലിന്റെയും ഉലക്കയുടെയുമൊക്കെ മാതൃക തന്നെ. അവിടെ നിന്നും കുറച്ചു മുന്നോട്ട് നീങ്ങിയാൽ തനതു ഗോത്ര ശൈലിയിലുള്ള ഒരു ആർച്ചറി കാണാം. സഞ്ചാരികൾക്ക് അമ്പെയ്ത്തിൽ അവരുടെ പ്രാവീണ്യം തെളിയിക്കാനുള്ള അവസരവും ഇവിടെയുണ്ട്. ഞങ്ങളും അതൊക്കെയൊന്നു പരീക്ഷിച്ചു നോക്കി. അങ്ങനെ ഈ ഗോത്ര ഗ്രാമത്തിന്റെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ തേനിന്റെയും ചാമേരിയുടെയും മുളേരിയുടെയുമൊക്കെ നല്ലൊരു ശേഖരമുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം ബാണാസുര സാഗർ ഡാമാണ്. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഡാമിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും കുറച്ച് ദൂരം നടന്നാൽ ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഡാമിലേക്ക് നടന്നു. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. കൽപ്പറ്റയിൽ നിന്നും 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തർ എന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയുടെ പോഷകനദിയായ കരമാൻതോട് പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് 1979-ലാണ് നിർമ്മാണം ആരംഭിച്ചത്. മുഴുവനായും മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഡാമിലെ വെള്ളം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്കും ഈ പ്രദേശത്തെ ജലസേചനത്തിനും കുടിവെള്ളത്തിനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബാണാസുര മലനിരകൾക്കിടയിലായി 33 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണുകൊണ്ടാണിത് നിർമ്മിച്ചിട്ടുള്ളത്. സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് സ്പീഡ് ബോട്ടിംഗ് സൗകര്യവും സിപ്ലൈൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഈവനിംഗ് 4 മണി കഴിഞ്ഞിരുന്നു. സൂര്യൻ പതിയെ താഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഡാമിലെ വെള്ളത്തിൽ തട്ടിവരുന്ന തണുത്ത കാറ്റേറ്റ് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പരസ്പരം കളിയാക്കിയും സൊറ പറഞ്ഞും ഞങ്ങളീ സായാഹ്നം ചിലവഴിച്ചു. ഏറെ വൈകിയതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങി. താമസ സ്ഥലത്തെത്തിയപ്പോൾ ഒരുപാട് ഇരുട്ടിയിരുന്നു. വയനാട്ടിലെ തണുപ്പ് ഞങ്ങൾക്കും കുറേശ്ശെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒക്കെയായി കുറച്ച് സമയം ചിലവഴിച്ചു. വയനാടൻ ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങിയപ്പോൾ ചുറ്റിനും കോടമഞ്ഞു മൂടിയിരിക്കുകയാണ്. ഈ റിസോർട്ടും പരിസരവും കോടയിൽ മുങ്ങി നിൽക്കുന്നതൊക്കെ ആസ്വദിച്ച് ഇതിന്റെ മുറ്റത്ത് കുറച്ചുനേരം ഇങ്ങനെയിരുന്നു. എല്ലാവരും എഴുന്നേറ്റു വരുന്നതേയുള്ളൂ. ഇന്നത്തെ പ്ലാനിംഗ് കുറുവാ ദ്വീപിലേക്കാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറുവാ ദ്വീപിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ടിക്കറ്റെടുത്ത് കബനി നദിയിലൂടെ മുളച്ചങ്ങാടങ്ങളിൽ കുറുവാ ദ്വീപിനകത്തേക്ക് പ്രവേശിക്കാം.
പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് കുറുവ ദ്വീപ്. അതുകൊണ്ടുതന്നെ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളൊന്നും ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല. ടിക്കറ്റ് കൗണ്ടറിൽ അത് സ്ട്രിക്റ്റായി ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ചങ്ങാടത്തിൽ കയറാനായി കാത്തുനിൽക്കുമ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അവരുടെ പഠനയാത്രയുടെ ഭാഗമായിട്ടാണ് വന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ആ സ്ഥലത്തെയും അവിടുത്തെ ജൈവവൈവിധ്യങ്ങളെയും കൂടുതൽ അടുത്തറിയാനും പഠിക്കുവാനും ഇതുപോലെയുള്ള പഠനയാത്രകൾ കുട്ടികൾക്ക് ഉപകരിക്കും. കുറുവ ദ്വീപിലേക്കുള്ള ചങ്ങാടത്തിൽ ഞങ്ങളുടെ കൂടെ ആ കുട്ടികളും ഉണ്ടായിരുന്നു. നാടൻ പാട്ടിന്റെ ഈരകൾക്കൊപ്പമുള്ള ഈ യാത്ര വേറിട്ടൊരനുഭവമായിരുന്നു. വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ ജനകീയനങ്ങരും കൂട്ടരും അച്ഛനന്മാരും അങ്ങത്തുകൂടി ചിന്താരേ ചിന്താരിതക ചിന്തകം താരാ ചിന്താരേ ചിന്താരിതക ചിന്തകം താരാ ചിന്താരേ ചിന്താരിതക ചിന്തകം താരാ ചിന്താരേ ചിന്താരിതക ചിന്തകം താരാ മുല്ലപ്പൂ വാസന കൊല്ലത്തു നാരാനും വന്നതാണോ എന്നാടെ മിന്നാണെ പൊന്നരി മോളാണ് എന്നെ കൊണ്ടെല്ലാം പഠിക്കരുതേ ചിന്താരേ ചിന്തകം താരാ ചിന്താരേ ചിന്താരിതക 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 ചിന്തകം താരാ തിന്താരേ തിന്താരേ തകതിന്തകം താരാ. കബനി നദീതടത്തിൽ സ്ഥിതി ചെയ്യുന്ന 980 ഏക്കർ വിസ്തീർണമുള്ള ഒരു ദ്വീപസമൂഹമാണ് കുറുവ ദ്വീപ്. 150ഓളം ചെറുദ്വീപുകളുടെ കൂട്ടമാണ് ഈ പ്രദേശം. ജനവാസമില്ലാത്ത സംരക്ഷിത മേഖലയായ ഈ ദ്വീപ് സസ്യ വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. പലവിധത്തിലുള്ള പക്ഷികളും ഔഷധസസ്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ വിനോദസഞ്ചാരം നിയന്ത്രിക്കപ്പെടുന്നത് കേരള വനംവകുപ്പിന്റെ കീഴിലാണ്. വലിയ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു എവർഗ്രീൻ ഫോറസ്റ്റാണിത്. പൊല്യൂഷനൊക്കെ വളരെ കുറവാണിവിടെ. നാച്ചുറൽ വാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല ചോയ്സ് ആണ്. അപൂർവങ്ങളായ ധാരാളം മെഡിസിനൽ ട്രീസ് നമുക്കിവിടെ കാണാം. വയനാടൻ ഗോത്രവിഭാഗങ്ങൾ പാരമ്പര്യ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന പലതരം ഒറ്റമൂലികളും ഞങ്ങളിവിടെ കണ്ടു. ഇവിടെയുള്ള വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഗോത്രവർഗ്ഗക്കാർ മരുന്നിനായി ഉപയോഗിക്കുന്ന പല ഔഷധച്ചെടികളുടെയും പ്രത്യേകതകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. കുറുവ ദ്വീപിലേക്കുള്ള ഈ യാത്ര മനസ്സിനും ശരീരത്തിനും ഒരു പുതുന്മേഷം നൽകുന്നതാണ്. ആലായാൽ തറ വേണം, അടുത്തോരം ബലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തോരം ബലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളത്തിൽ ചെന്താമര വേണം, നിറയെ പുഷ്പങ്ങൾ വേണം. കുളത്തിൽ ചെന്താമര വേണം, നിറയെ പുഷ്പങ്ങൾ വേണം. കുളി കഴിഞ്ഞകം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരു കുളം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുറുവ ദ്വീപിന്റെ അറ്റ്മോസ്ഫിയർ മരത്താലും വെള്ളത്താലും ചുറ്റപ്പെട്ട് വളരെ ശാന്തമായി കിടക്കുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള യാത്രകൾ ദൈനംദിന ജീവിതത്തിലെ സ്ട്രെസ് കുറക്കാൻ വളരെ സഹായകമാണ്. ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കബനി നദി ഒഴുകുന്നതും ആ പാറക്കൂട്ടങ്ങളിലിരുന്നു നദിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസം തോറും ഇവിടെയെത്തുന്നത്. ധാരാളം മത്സ്യങ്ങളും ഈ നദിയിലുണ്ട്.
ഇവിടെ വരുന്ന സഞ്ചാരികൾ ഈ നദിയിലേക്ക് കാലിട്ടിരുന്നാൽ ഫ്രീയായി ഫിഷ് സ്പായും നടത്തി തിരിച്ചു പോകാം. ഞങ്ങളും ഈ കബനി നദിയുടെ സൗന്ദര്യമൊക്കെ മതിവരുവോളം ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ വയനാടൻ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. പുതിയ സ്ഥലവും പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പാഞ്ചാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളമിട്ട് പടകുട്ടി പടിഞ്ഞാട്ട് പായും തോണിയിൽ ഒന്നേ 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 പുഴ പായുന്നു ഒന്നേ 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 പുഴ പാടുന്നു ഒന്നേ 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 പുഴ പായുന്നു ഒന്നേ 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 പുഴ പാടുന്നു. പാഞ്ചാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളമിട്ട് പടകുട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ പടിഞ്ഞാറൻ കടലിന്റെ പടിയോളമെത്തിയിടുമ്പോൾ കണ്ട് കരയോരത്ത് പടിഞ്ഞാറ് കടലിന്റെ പടിയോളമെത്തിയിടുമ്പോൾ തക്കിട തരികിട തീര കണ്ടു കരയോരത്ത് കുതികുത്തി മറയണ കൊമ്പനാന തിരമാല അതിനുമേൽ നൃത്തം വയ്ക്കും പൊൻവലകാരൻ കുതികുത്തി മറയണ കൊമ്പനാന തിരമാല അതിനുമേൽ നൃത്തം വയ്ക്കും പൊൻവലകാരൻ ഒന്നേ 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 പുഴ പായുന്നു ഒന്നേ 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 പുഴ പായുന്നു ഒന്നേ 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 തുഴ പായുന്നു ഒന്നേ 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 പുഴ പാടുന്നു. പാഞ്ചാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളമിട്ട് പടകുട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ പാഞ്ചാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളമിട്ട് പടകുട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ ഒന്നേ 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 പുഴ പായുന്നു ഒന്നേ 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 പുഴ പായുന്നു ഒന്നേ 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 പുഴ പായുന്നു ഒന്നേ 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 പുഴ പാടുന്നു ഒന്നേ 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 പുഴ പാടുന്നു ഒന്നേ 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 പുഴ പാടുന്നു ഒന്നേ 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 പുഴ പാടുന്നു.